ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് തികച്ചും ഒരു 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ലോ ബഡ്ജറ്റിൽ എന്ന ഹൈ ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽസ് ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോട്ടിൽസ് ആണ്. കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽസിന്റെ ഉപയോഗം ഇപ്പൊ പരമാവധി എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പാടില്ല, ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കായാലും കൊണ്ടുപോകാൻ പാടില്ല. എല്ലാം സ്റ്റീല് പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു നല്ല ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയേക്കാണ് ഈ സ്റ്റെയിൻലെസ് എക്സസ് സ്റ്റീൽ ബോട്ടിൽസ്. അപ്പൊ ഇത് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ച് എങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും എന്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാൻ പോണത് കേട്ടോ. അപ്പോൾ ഇതിന് ആദ്യം നമുക്കറിയേണ്ടത് ഇത് എവിടെ നിന്നാണ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കുക എന്നറിയണം. ഒന്നല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് പോലത്തെ വെബ്സൈറ്റ്, ഇല്ലെങ്കിൽ ആലിബാബ പോലത്തെ വെബ്സൈറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഹോൾസെയിൽ ഡീലേഴ്സിന് കിട്ടും. അതിനുശേഷം നമ്മൾ മേടിക്കാനായിട്ട് മുന്നേ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു കാര്യം ഏത് തരത്തിലുള്ള ബോട്ടിൽസ് ആണെന്ന് മേടിക്കണേന്ന് അറിയണം. ഒരുപാട് ബോട്ടിൽസ് ഉണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നോർമൽ വാട്ടർ ബോട്ടിൽസ് ഉണ്ട്, ഫീഡിംഗ് ബോട്ടിൽസ് ഉണ്ട്, പിന്നെ സ്ട്രോ വരുന്ന ബോട്ടിൽസ് ഉണ്ട്, ഈ സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റണ വെറൈറ്റി ഒരുപാട് വൈഡ് വെറൈറ്റിയിൽ തന്നെ ഇപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഏതാണ് വേണ്ടതെന്ന് നമ്മുടെ പർപ്പസിന് നമ്മുടെ യൂസേജിന് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അതിനുശേഷം നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് മേടിക്കാൻ നോക്കാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, ഹോൾസെയിൽ ആയിട്ടാണോ സെയിൽ ചെയ്യണേ, റീറ്റെയിൽ ആയിട്ടാണോ സെയിൽ ചെയ്യണമെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്യുക. ഹോൾസെയിൽ ആയിട്ടാണ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ കസ്റ്റമർക്ക് ഒരു ബോട്ടിൽ കൊടുക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളത് ഹോൾസെയിൽ ആയിട്ട് മേടിച്ചാൽ മതി എന്ന് നമ്മൾ പറയാം. അങ്ങനെ നമ്മളൊരു കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഹോൾസെയിൽ ആയിട്ട് ആൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആൾ അത് മേടിക്കാൻ തയ്യാറാവും. അപ്പൊ അങ്ങനെ നല്ല സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഹോൾസെയിൽ ആയിട്ട് സെയിൽ ചെയ്യാൻ നോക്കാം. ഇനി റീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ഇതിന്റെ ഫോട്ടോസും വീഡിയോസും ഡെയിലി അപ്ലോഡ് ചെയ്യുക. എപ്പോഴും അതിന്റെ അപ്ഡേറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നും നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓർഡേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെറിയ തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. കാരണം ഇപ്പൊ ഹൈ ഡിമാൻഡ് ആണ്. എല്ലായിടത്തും പ്ലാസ്റ്റിക് ബോട്ടിൽസ് നിരോധിച്ചേക്കാണ്. കാരണം ഒരുപാട് അസുഖങ്ങളൊക്കെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യണേന്ന് വരുന്നു. അതുകൊണ്ട് എല്ലാവരും ഇപ്പോ സ്റ്റെയിൻലെസ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്യണത് പരമാവധി. അപ്പൊ ഈ ഐഡിയ നമ്മൾ ഒരു ബിസിനസ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തുച്ഛമായ ഇൻവെസ്റ്റ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പൊ ഇതേപോലെയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐഡിയകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്.